കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ മണ്ണിലേക്ക് പല സ്ട്രൈക്കർമാരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പല വിദേശ സ്ട്രൈക്കർമാരെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കേമൻ ദിമിത്രിയസ് ഡീമൻഡോസ് ആണെന്ന് എല്ലാവരും പറയുമെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ അത് ഹെത്തി താരമായിട്ടുള്ള ഡക്കൻ സ്നാസുനും പിന്നെ ദാണ്ട് ഈ ഒരു 1.5 മുതലുമാണ് ജോർജ് പെരേര ഡയസ് എന്ന അർജന്റീൻ പ്രിഡേറ്റർ. അബ്സല്യൂട്ട്ലി പ്രിഡേറ്റർ എന്ന് തന്നെ ഞാൻ അയാളെ വിളിക്കും. കാരണം ചോരയുടെ മണം കേട്ട് പിരാന മീനുകൾ ഒത്തുകൂടുന്നത് പോലെ ഗോളിന്റെ മണം കേട്ട് അവിടെ പ്രത്യക്ഷപ്പെടാൻ ഈ മനുഷ്യനോടും പാടവുമുള്ള ഒരാൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലില്ല. വിത്ത് ബോൾ ഓർ വിത്തൗട്ട് ബോൾ, എങ്ങനെ കാലിൽ പന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും DS ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എതിരാളികളുടെ പ്രതിരോധം മൊത്തം ഇളകിയാടും. ചീട്ടുകൊട്ടാരം പോലെ എത്ര കരുത്തുള്ള ഉറപ്പുള്ള പ്രതിരോധ കോട്ടയും ഇളകിയാടി വീഴുന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പുള്ളിയുടെ അരങ്ങേറ്റ സീസൺ നമ്മുടെ ജോർജ് പെരേര ഡയസ്, ആൽവരോ വാസ്കസ്, ലൂണ ഇവർ 3 പേരും ചേർന്ന് അത്ഭുതം സൃഷ്ടിച്ച ആ ഒരു സീസണിൽ ഡയസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഗ്യാപ്പ്, അതായത് ഡയസ് ബോക്സിനകത്തേക്ക് ഓടി കയറുമ്പോൾ ഡയസിനെ മാർക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരും അയാളുടെ പിന്നിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് ലൂണയും അൽവറയും ഫ്രീ ആവും. അങ്ങനെയാണ് അൽവറ ഗോളുകൾ അടിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. കാരണം അത്രമാത്രം ഡിസ്ട്രക്റ്റീവ് ആണ് DS. മുംബൈ സിറ്റിയിലേക്ക് പോയപ്പോഴും അങ്ങേരെ അവിടെ ഉണ്ടാക്കിയ ഓളം ചില്ലറയൊന്നുമല്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമായിട്ടൊരു പകയുടെയും തെറിയുടെയും ഒക്കെ കനൽ ഉള്ളിൽ സൂക്ഷിക്കുന്ന ബംഗളൂരു FC കേരള ബ്ലാസ്റ്റേഴ്സിനോട് കലിപ്പുള്ള മീൻസ് ജോർജ് പെരേര ഡയസിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ കലിപ്പിൽ ന്യായം എന്ന് 100% ബോധത്തിൽ തന്നെയാണ് പറയുന്നത്. ന്യായം ഡയസിന്റെ ഭാഗത്ത് തന്നെയാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സിനോട് ഓൾറെഡി ഉള്ളിൽ കലിപ്പുള്ള ബംഗളൂരു ബ്ലാസ്റ്റേഴ്സിനോട് നെഞ്ചിൽ പക വെച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡയസിനെ കൂടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ ബേഷായിരിക്കും. ഏതായാലും DS ഒരു 1.5 മുതൽ തന്നെയാണ് അപ്പെക്സ് പ്രിഡേറ്റർ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ്. ആള് ബംഗളൂരുവിനോടൊപ്പം ചേരുന്നു എന്നത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം ഒട്ടും ചെറുതല്ല.